ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ചാനൽ. ക്രിസ്മസ് സീരീസിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട പ്ലം കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്മസ് കേക്ക് എന്നും പറയും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കടയിൽ നിന്നും വാങ്ങുന്നതിനും രുചികരമായ കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ വളരെ ഈസിയായി ഇൻസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അത് വെച്ച് രുചിയിൽ കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടോ. പ്ലം കേക്ക് ഉണ്ടാക്കാൻ ഡ്രൈ ഫ്രൂട്ട്സ് ദിവസങ്ങളോളം സോക്ക് ചെയ്ത് വെക്കണം. നമ്മളിപ്പോ അങ്ങനെയൊന്നും ചെയ്യാതെ വളരെ രുചികരമായ കേക്ക് എളുപ്പത്തിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. 2 കേക്കായാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിന് ഹൈറ്റ് കിട്ടും, കുറച്ച് സ്പോഞ്ചിയും ആയിരിക്കും. ഈ കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ഓറഞ്ച് ജ്യൂസും കാരമൽ സിറപ്പും എല്ലാം നമ്മൾ വീട്ടിലാണ് തയ്യാറാക്കുന്നത്. ഈ കാരമൽ സിറപ്പ് നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ ഒരു പ്ലം കേക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് അഥവാ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് നമുക്ക് ആദ്യം കാരമൽ സിറപ്പ് തയ്യാറാക്കണം. 1/4 കപ്പ് പഞ്ചസാരയും ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. സ്പൂൺ വെച്ച് ഇളക്കരുത്, ഇടയ്ക്ക് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. അത് ഇനി ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഇടയ്ക്കിടയ്ക്ക് ചുറ്റിക്കണം, അത് കട്ടയാവാനുള്ള സാധ്യതയുണ്ട്. കളറ് മാറി തുടങ്ങി, ഇനി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, ഫ്ലെയിം ലോ ആക്കുക, ചുറ്റിച്ചു കൊടുക്കുക. കരിച്ച് കളയരുത്, കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് മാറും. കേക്കിന് കയ്പ്പ് രസം ഉണ്ടാകും. നല്ല ചന്തമുള്ള കളറായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ കളറ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കണം. തണുത്ത വെള്ളം ഒഴിക്കരുത്. നല്ലപോലെ മിക്സ് ചെയ്യുക. ഒന്ന് തിളച്ചതും സ്റ്റവ് ഓഫ് ചെയ്യണം. കട്ടയാവാൻ നിൽക്കരുത്. തണുക്കുമ്പോൾ അത് തന്നെ തിക്കായിക്കോളും. അതുകൊണ്ട് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ഇറക്കാൻ. തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഒഴിക്കാൻ ബുദ്ധിമുട്ടാവും. ഈ കാരമൽ സിറപ്പ് ഇനി തണുത്ത റൂം ടെമ്പറേച്ചറിലാവണം. നമുക്ക് അപ്പോഴേക്കും ഓറഞ്ചിൻ്റെ തൊലി എടുക്കണം. നമ്മുടെ കേക്കിൻ്റെ ഫ്ലേവർ കൂട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു പീലർ വെച്ച് ഓറഞ്ചിൻ്റെ മേലത്തെ തൊലി എടുക്കുക. അതിൻ്റെ വൈറ്റ് കളർ വരരുത് കേട്ടോ. ഇനിയിപ്പോൾ പീലർ ഇല്ലെങ്കിൽ ഒരു ബ്ലേഡ് വെച്ച് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. വൈറ്റ് കളർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് കയ്പ്പ് രസം വരും. ശ്രദ്ധിച്ച് ചെയ്യണം. അതിനെ വളരെ ചെറിയ പീസസ് ആക്കി മുറിച്ച് എടുത്തേക്കാം. നമുക്കൊരു ടേബിൾ സ്പൂൺ മതിയാവും. ഇനി അടുത്ത പരിപാടി ഓറഞ്ച് ജ്യൂസ് എടുക്കലാണ്. ഞാനൊരു 2 കിലോ ഓറഞ്ച് വാങ്ങിച്ച് ഒരു 4 എണ്ണം കഴിക്കാൻ എടുത്ത് വെച്ചു. ബാക്കി തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല മൂർച്ചയുള്ളൊരു കത്തി എടുത്ത് ഓറഞ്ചിനെ വട്ടത്തിൽ മുറിച്ചെടുക്കണം. എന്തിനാണെന്നറിയോ ഇങ്ങനെ മുറിക്കുന്നത്? ഇങ്ങനെ മുറിച്ചാൽ കുരു എടുക്കാൻ എളുപ്പമായിരിക്കും. അതിൻ്റെ കുരു എല്ലാം എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് അതിനൊരു പ്ലേറ്റിലേക്ക് ഇടാം. എല്ലാ കുരുവും എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഓറഞ്ച് ജ്യൂസിന് ഒരു കയ്പ്പ് രസം വരും. ഇതിനെ ഒരു മിക്സി ജാറിലേക്കിട്ട് ജ്യൂസാക്കി ഒന്ന് അരിച്ചെടുക്കണം. ഈ ഓറഞ്ച് ജ്യൂസിലാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് എല്ലാം സോക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് സോഫ്റ്റ് ആക്കുന്നത്. ഓറഞ്ച് ജ്യൂസിന് പകരം ഗ്രേപ്പ് ജ്യൂസും എടുക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ വെള്ളവും എടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് എല്ലാം ഒരു 50 ഗ്രാം വീതം വാങ്ങിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് എടുക്കാം. നമുക്കൊരു 1/2 കപ്പ് കാഷ്യൂ പൊടിയും ഒരു 1/2 കപ്പ് ബദാം പൊടിയും വേണം. അതിന് ആവശ്യമുള്ളത്ര എടുത്ത് മിക്സി ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. നമ്മളിപ്പോൾ 1:2 റേഷ്യോയിലാണ് എടുക്കുന്നത്. അതായത് 1 കപ്പ് നട്ട്സും 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും. നമ്മുടെ കയ്യിലിപ്പോൾ 4 ഡ്രൈ ഫ്രൂട്ട്സാണുള്ളത്. അപ്പോൾ ഓരോന്നും 1/2 കപ്പ് വീതം എടുക്കാം. കറുത്ത മുന്തിരി 1/2 കപ്പ്, വെള്ള മുന്തിരി 1/2 കപ്പ്, ഒരു ടൂട്ടി ഫ്രൂട്ടി 1/2 കപ്പ്. ഇനി ഡേറ്റ്സ് ആണുള്ളത്. അതിൻ്റെ കുരു കളഞ്ഞ് ചെറിയ പീസായി മുറിച്ചെടുക്കണം. അത് ഒരു 1/2 കപ്പ് കൂടി എടുക്കണം. അപ്പോൾ 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സായി. ഈ 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും 1 കപ്പ് പൊടിച്ച നട്ട്സും പിന്നെ 2 കപ്പ് ഓറഞ്ച് ജ്യൂസും ഒരു കടായിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. കട്ടകളെല്ലാം ഉടച്ച് മിക്സ് ചെയ്യണം. ഇത്ര ഓറഞ്ച് ജ്യൂസ് ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാനും മോളും കൂടെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കുടിച്ചു. ഇനി ഇതിനെ അടുപ്പിലേക്ക് വെച്ച് നല്ലപോലെ ഇളക്കി ഡ്രൈ ആക്കണം. വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആവണം. തുടരെ ഇളക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അതൊന്ന് ചൂടാറിക്കോട്ടെ. ഇനി കുറച്ച് മസാല ഉണ്ടാക്കണം. അതിനായിട്ട് 1/4 ഇഞ്ച് പട്ട, 6 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം ചുക്ക്, പിന്നെ 1/2 നട്ട്മെഗ് അതായത് ജാതിക്ക. പൊട്ടിച്ച് വെച്ച ജാതിക്ക എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡർ ആവണം. കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചാൽ ഫൈൻ പൗഡറായി കിട്ടും. 200 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തപ്പോൾ 1 കപ്പുണ്ട്. ഈ കപ്പ് എനിക്കിപ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊരു വേറൊരു കപ്പിലാക്കി. ബേക്ക് ചെയ്യാനുള്ള സോസ് പാൻ നമുക്ക് 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും പറയാറുണ്ട് കുക്കറിൽ കേക്ക് ഉണ്ടാക്കാമെന്ന്. ഇന്ന് നമുക്ക് കുക്കറിൽ കേക്ക് ഉണ്ടാക്കാം. അതിന് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 1 കപ്പ് കല്ലുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് പരത്തിയിടുക. അതിന് മീതെ ഒരു റിങ് വെച്ച് അതിന് മീതെയാണ് നമ്മൾ കേക്ക് ടിൻ വയ്ക്കുന്നത്. കുക്കറിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ വാഷറും വിസിലും അഴിച്ചു മാറ്റണം. ഇതിനെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യുക. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 2 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച മസാല ഇടാം.
അല്ലെങ്കിൽ അതിന് പകരം 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ജാതിപത്രി പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ഇട്ടാലും മതി. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് 2 പ്രാവശ്യം ചലിച്ചെടുക്കുക. ഇങ്ങനെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് ഒന്ന് പൊക്കി ചലിക്കുമ്പം എല്ലാ പൊടികളും നല്ലപോലെ കമ്പൈൻ ആവും. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിന് ഒരു ആഴമുള്ളൊരു ബൗളെടുത്ത് അതിലേക്ക് 3 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിനെ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് നല്ലപോലെ ബീറ്റ് ചെയ്യുക. എത്ര ബീറ്റ് ചെയ്യണോ അത്രയും നല്ലതാണ്. നല്ല പതഞ്ഞ് വരണം, എന്നാൽ മാത്രമേ കേക്ക് സോഫ്റ്റ് ആവുകയുള്ളൂ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഓറഞ്ച് പീലില്ലേ അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്കിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് വീണ്ടും നല്ലപോലെ ബീറ്റ് ചെയ്യുക. പറ്റുന്നത്ര നേരം ബീറ്റ് ചെയ്യണം, പതഞ്ഞ് വരണം. നമ്മുടെ വീട്ടിലൊരു ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിക്കാം. ഫോർക്ക് വെച്ചും കറക്റ്റായി കിട്ടും. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച 1 കപ്പ് മെൽറ്റഡ് ബട്ടർ ഒഴിച്ച് വീണ്ടും ബീറ്റ് ചെയ്യുക. ഈ പഞ്ചസാരയും ബട്ടറും എല്ലാം എത്ര ബീറ്റ് ചെയ്യുന്നോ അത്രയും പതഞ്ഞ് വരും. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലായ ഫ്രൂട്ട് മിക്സ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കട്ടകളെല്ലാം ഉടഞ്ഞ് വരണം. അതിനുശേഷം നമ്മൾ നേരത്തെ ചലിച്ച് വെച്ച ഡ്രൈ മിക്സ് ഇല്ലേ അതിൽ നിന്നും പാതി എടുത്ത് വീണ്ടും ഒന്നുകൂടെ ചലിച്ച് ഇതിലേക്കിടാം. ഇതിനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടിയെല്ലാം ഇതിൽ മിക്സായ ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കാരമൽ സിറപ്പ് ഒഴിക്കണം. എൻ്റെ കാരമൽ സിറപ്പ് ഇത്തിരി കട്ടിയായി. ഇത്ര കട്ടിയാവരുത്, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇറക്കണം. തണുക്കുമ്പോൾ അത് തിക്കാവും. നമുക്കിതിലേക്ക് ബാക്കി പാതി ഡ്രൈ മിക്സ് ചലിച്ചിടണം. അതിട്ട ശേഷം വീണ്ടും കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്യുക. ഓവർ മിക്സ് ചെയ്യരുത്, പതുക്കെ വേണം മിക്സ് ചെയ്യാൻ. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 കേക്ക് ടിന്നുകളിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കേക്കിൻ്റെ ബാറ്റർ ഇത്തിരി തിക്കായിരിക്കും, റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കില്ല. കേക്ക് ടിന്നിൻ്റെ 1/4 ഭാഗം മാത്രം ബാറ്റർ ഒഴിച്ചാൽ മതി. ഈ കേക്ക് ടിൻ പതുക്കെ 30 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ എസ്കേപ്പ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള ബാറ്ററിന് അടുത്ത കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. അതിനെയും ഒരു 30 പ്രാവശ്യം ഇങ്ങനെ തട്ടിക്കൊടുക്കാം. എയർ ബബിൾസ് എസ്കേപ്പ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് കാഷ്യൂ, കിസ്മിസ്, ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. 2 കേക്കും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുക. ഒരു ടിന്നിൽ കുറച്ച് കൂടുതൽ ബാറ്ററി ഉണ്ട്, വേറെ ടിന്നിൽ കുറച്ച് കമ്മി ബാറ്ററി ഉള്ളൂ. അപ്പം വേവുന്ന ടൈമിലും ഡിഫറൻസ് ഉണ്ടാവും. ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സോസ് പാൻ, കുക്കർ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ കുക്കിംഗ് ടൈം. നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രങ്ങളിലേക്ക് നമ്മുടെ കേക്ക് ഇറക്കി വെക്കാം. ആദ്യം നമുക്ക് സോസ് പാനിലേക്ക് വെക്കാം. സെൻറ്ററിൽ വെക്കണം കേക്ക് ടിൻ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് അണീവൺ ആയിട്ടാണ് കുക്കാവുക. അതുകൊണ്ട് സെൻറ്ററിലാക്കിയ ശേഷം നമുക്ക് സോസ് പാൻ അടച്ച് വെക്കാം. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 1 മണിക്കൂർ 40 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചാൽ നമ്മുടെ കേക്ക് റെഡിയാവും. ഇനി നമുക്ക് അടുത്ത കേക്ക് ടിൻ കുക്കറിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. കുക്കർ നല്ല ചൂടുണ്ട്, കൈ പൊള്ളിക്കരുത്. കേക്ക് ടിൻ ഇറക്കി വെച്ച ശേഷം നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 1.25 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ കേക്ക് റെഡിയാവും. ഞാൻ കേക്ക് നേരത്തെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് സമയം പറയാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരല്പം വ്യത്യാസമെല്ലാം വരാം, എങ്കിലും 1 മണിക്കൂറിന് ശേഷം മാത്രം നിങ്ങൾ തുറന്ന് നോക്കിയാൽ മതി. അതിനുശേഷം ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കാം. സ്ക്യൂർ ക്ലീനായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇനി നമുക്ക് സോസ് പാനിലെ കേക്ക് എന്തായി നോക്കാം. 1 മണിക്കൂർ 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ച് നമുക്കിതിൻ്റെ വേവ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. സ്ക്യൂർ ക്ലീനായി വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡിയാണ്. അപ്പോൾ നമുക്കിത് കൈയൊന്നും പൊള്ളിക്കാതെ പുറത്തെടുത്ത് വയ്ക്കാം. കേക്ക് നല്ലപോലെ തണുത്ത ശേഷം ടിന്നിൽ നിന്നും പുറത്തെടുക്കാം. ഇത് കുക്കറിൽ വെച്ച കേക്കാണ്, ഇത് സോസ് പാനിൽ വെച്ച കേക്ക്. രണ്ടിൻ്റെയും കളർ ഡിഫറൻസ് നോക്കൂ. വേവാനും ടൈം ഡിഫറൻസ് ഉണ്ടായിരുന്നു. കുക്കറിൽ വെച്ചതിന് നല്ല കളറുണ്ട്. രണ്ടും നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കതിന് കേക്കിൽ നിന്നും പുറത്തെടുക്കാം. അടിപൊളി കേക്കാണ്, എവിടെയും കരിഞ്ഞിട്ടൊന്നുമില്ല, പെർഫെക്റ്റ് കളറാണ്, ഈവനായിട്ട് വെന്തിട്ടുണ്ട്. 2 കേക്കും നമുക്ക് ടിന്നിൽ നിന്നും പുറത്തെടുക്കാം. അങ്ങനെ 2 കേക്കും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ടൈം ഡിഫറൻസ് ചിലപ്പോൾ ഉണ്ടാവും. എൻ്റെ അതേ ടൈം ആയിരിക്കില്ല നിങ്ങളുടെ കുക്കിംഗ് ടൈം. നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ആഹാ, നമ്മുടെ കേക്കിന് എന്തൊരു മണമാണ്. നട്ട്മെഗും പിന്നെ ഫ്രൂട്ട്സ്, ഓറഞ്ച് ജ്യൂസൊക്കെ ആയിട്ട് നല്ല മണമുണ്ട്. അതിൻ്റെ ടെക്സ്ചറും സൂപ്പറാണ്. അടുത്ത കേക്ക് നമുക്ക് മുറിക്കാം. അതിൻ്റെ ടെക്സ്ചറും പെർഫെക്റ്റ് ആണ്, നല്ല മോയ്സ്റ്റ് ടെക്സ്ചറാണ് അതിനുള്ളത്. ഫ്രൂട്ട്സും ഈവണായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ട്, അടിയിൽ പോയി കിടക്കുന്നൊന്നുമില്ല. 2 കേക്കും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പീസ് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേക്ക്. പൊടിഞ്ഞ് വരുന്ന ടെക്സ്ചറാണ്. അത് വെച്ച് ഡ്രൈ അല്ല, മോയ്സ്റ്റ് ആണ് നമ്മുടെ കേക്ക്.
ഈ കേക്ക് ഉണ്ടാക്കി 1-2 ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. നമുക്കിതിനെ വേണമെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പിൽ പൊതിഞ്ഞ് എയർ ടൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കേടാവാതെ സൂക്ഷിക്കാം. നമുക്കതിനെ പീസുകളാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ടും വെക്കാം. ഒരുപാട് ദിവസമാണ് സൂക്ഷിക്കുന്നത് എങ്കിൽ അതിനെ ഫ്രിഡ്ജിൽ വെക്കാം. അഥവാ ഫ്രിഡ്ജിൽ വെച്ചാലും കഴിക്കുന്നതിന് കുറച്ച് മുൻപ് എടുത്ത് പുറത്ത് വെച്ച് വേണം കഴിക്കാൻ. ഈ വരുന്ന ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ക്രിസ്മസ് കേക്ക് ഇതുപോലൊന്നുണ്ടാക്കി അഭിപ്രായം പറയണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.